എത്ര ദിവസം അയാളൊന്ന് കണ്ടിട്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ തപസ്സരിക്കാണെന്നുള്ള വല്ല വിചാരമുണ്ടോ? ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞാ മതി. എനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? അമ്പലത്തിലേക്കല്ലാതെ വേറെ എവിടേക്കാ ഞാൻ പോകുന്നത്? എനിക്കറിയാം, രാധയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ നിന്നെ കാണാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാ. എന്നാലേ അച്ഛനെയും കൂട്ടി എന്റെ വീട്ടിൽ വന്ന് ഒരു താലിച്ചരടന്റെ കഴുത്തി കെട്ടി വിളിച്ചാ മതി. എപ്പോഴാ എവിടേക്കാ അച്ഛാ ബേ ബേന്നും പറഞ്ഞ് പിന്നാലെ വന്നോളാ ഈ പെണ്ണ്. വരാം. പക്ഷേ നിന്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ മാത്രമേ മരുമോനാക്കുള്ളൂ എന്ന് വാശി പിടിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനാണെങ്കിൽ ഒരു പാവം കുമാരന്റെ മോനാ, ഉദ്യോഗവും ഇല്ല. അതെ, വരുന്നേ വരട്ടെ. ഒരു കാര്യം ഉറപ്പാ, എപ്പോഴായാലും നീ എന്റെതാ. ആ തള്ള വരുന്നുണ്ട്, മേലൊക്കെ നാവാ അതിന്. ഞാൻ പോട്ടെ. ഹരിയേട്ടൻ വിഷമിക്കണ്ട, ഒരു ജോലി ഹരിയേട്ടന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. എവിടെ രാധേ, സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, ഒരുപാട്. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി, എന്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ? ഹരിയേട്ടൻ എന്തായി പറയുന്നേ? ജീവനുള്ളിടത്തോളം കാലം ഈ രാധ ഹരിയേട്ടന് തന്നെയല്ലേ? മതി, എനിക്കിത് കേട്ടാ മതി. ഹരി, നിനക്കൊരു രജിസ്റ്റേഡ് ഉണ്ട്. രാജപേട്ട, എനിക്ക് ജോലി കിട്ടി. എന്താ ജോലി? കോടതിയില്. ആമീൻ. ഹരി, നിനക്ക് ഇരട്ട ഭാഗ്യ, ഇരട്ട പെറ്റ സുഖം. ജോലിയും കിട്ടി, മോഹിച്ച പെണ്ണിനെയും കിട്ടും. എല്ലാ വഴിപാട് അസലായി. ഭഗവാൻ നന്നായി പ്രസാദിച്ചേക്കണു. എന്നാലും ഹരിയുടെ നാളിലുള്ള വഴിപാട് നിർത്തണ്ട. ഇപ്പൊ കാശിനും വിഷമല്ലോ. ഇത്തിരി കഴിഞ്ഞാൽ വഴിപാട് വായിച്ചു തരാം, അതുകൊണ്ട് പോയാ മതി. ഇനിയിപ്പം വേലാചേട്ടന് തടസ്സമൊന്നുമില്ലല്ലോ. മോളെ കൊടുത്തൂടെ? ഹരിപ്പ സർക്കാർ ഉദ്യോഗസ്ഥനാ. സന്തോഷേ ഉള്ളൂ. ആണിന്റെ ഭാഗ്യം എപ്പോഴാ തെളിയാന്ന് ആര് കണ്ടു? അതിവർഷം അല്പവർഷം, കുതിരയുടെ ചാട്ടം, പെണ്ണിന്റെ മനസ്സ് ആണിന്റെ ഭാഗ്യം, ഇതൊന്നും ദൈവത്തിന് പോലും അറിയില്ലെന്ന സുഭാഷിതം. അതെ അതെ, എന്നാ പിന്നെ ഇതങ്ങോട്ട് ഉറപ്പിക്കല്ലേ. മീനമാസം 5-ാം തീയതി ഞായറാഴ്ച 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം. രാധേ, ഈ രാത്രി നമുക്ക് സ്വന്തം. ഒരുപാട് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം കൊതിച്ച് കൊതിച്ച് കിട്ടിയ നിമിഷം.